വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നമ്മൾ ആദ്യം പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളി CPM-ഉം മറ്റു മന്ത്രിമാരും രംഗത്തെത്തി. മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തി. ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് തനിക്ക് പ്രൊഫഷണൽ സൂയിസൈഡ് വേണ്ടി വന്നത് എന്ന് ഡോക്ടർ ഹാരിസ് ഹസനെതിന് മറുപടി പറയുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി അന്വേഷിച്ച വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറും. സത്യസന്ധൻ, ചേർത്തു നിർത്തും എന്നൊക്കെയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ സർക്കാരിനെ വെട്ടിലാക്കിയ വിവാദത്തിൽ ഡോക്ടറെ വിമർശിച്ച് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തി. പിന്നാലെ ഡോക്ടറെ വിമർശിച്ച് CPI-ഉം മന്ത്രിമാരും രംഗത്ത്. ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക, എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമേഖല നടത്തുന്നത്. അതാർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഡോക്ടറെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ പറഞ്ഞതിൽ പ്രശ്നമില്ല. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. എന്നാൽ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായില്ല. 24 തിരുവനന്തപുരം. അതേസമയം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇന്നുണ്ടായി. ഡോക്ടർ ഹാരിസ് ഹസനെ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തുകയാണ്, മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തന്നെയുമല്ല, ഈ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായാണ് സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകിച്ച് മന്ത്രിമാർ പ്രതികരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം, ആ ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും. അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ഇന്നലെയാണ് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുടെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വാർത്താ പകലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മുഖ്യപ്രതിയായ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന കേസിൽ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് പ്രതി എഡിസൺ തുടക്കത്തിൽ ഡിസ്കൗണ്ട് നൽകി എന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നത്. 70 ലക്ഷത്തിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടാണ് ഈ പ്രതികൾ നടത്തിയിരിക്കുന്നത്. എഡിസൺ ചിത്രം 24 ലഭിച്ചു. കേസിൽ 3 പേരെ കൂടി ഇന്ന് പിടികൂടിയിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടം നടത്തിയതിന് NCB അറസ്റ്റ് ചെയ്ത എഡിസനെ കുറിച്ച് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയതായും മാസം തോറും 10,000-ലേറെ LSD സ്റ്റാമ്പുകൾ വിൽപ്പന നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വഴിയിൽ പുതിയ ഇടപാടുകാരെ കണ്ടെത്താൻ വിൽപ്പന സമയത്ത് ഡിസ്കൗണ്ട് നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ എഡിസന് പുറമെ വാഗമൺ സ്വദേശിയുടെയും വാഴപ്പള്ളി സ്വദേശിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. കെറ്റാമെലോൺ എന്ന ശൃംഖലയിലൂടെ നിരവധി പേർക്കാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. രാജ്യത്ത് ഭോപ്പാൽ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവരുടെ ശൃംഖല വ്യാപകമായിരുന്നതായും കണ്ടെത്തി. എഡിസന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ച 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തി. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണമാണിതെന്നാണ് സൂചന. ലഹരി കേസിൽ ഡേവ്സൺ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായതിനു പിന്നാലെ ബന്ധുക്കൾ മൂവാറ്റുപുഴ നഗരത്തിലെ വീട് പൂട്ടി എങ്ങോട്ടോ മാറിയിരിക്കുകയാണ്. കേസിൽ ബന്ധുക്കൾക്കും പങ്കുണ്ടോ എന്ന വിവരം അന്വേഷണ പരിധിയിലുമാണ്. പ്രദേശവാസികളുമായി വലിയ ബന്ധം പുലർത്താത്ത ആളാണ് പ്രതിയെന്ന് നാട്ടുകാരും പറഞ്ഞു.
പരിചയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നു പോകാനുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിചയം ആർക്കുമില്ല. ആരോട് ബന്ധപ്പെടണല്ലോ. വീട്ടിൽ അവന് അച്ഛനും അമ്മയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടത്തിയില്ല, വേറെ ആരും പറഞ്ഞ. സാമ്പത്തിക ഇടപാടിന് പുറമെ ആരെയൊക്കെയാണ് എഡിസൺ കച്ചവടത്തിൽ പങ്കാളിയാക്കിയിരിക്കുന്നതെന്നതും അന്വേഷണ വഴിയിലാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി ശൃംഖല തകർത്തുവെങ്കിലും ശൃംഖലയിലെ മുഖ്യപ്രതികളെ പിടികൂടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനന്തുവിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺ കുമാറിന് ജാമ്യം. സുപ്രീം കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് കോടതി ഈ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. നിയമ പോരാട്ടം തുടരും എന്നാണ് വിസ്മയുടെ സഹോദരൻ വിജിത്ത് 24നോട് പ്രതികരിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനം വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു കേസിന് ശേഷം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങളും ഉണ്ടായ ഒരു കേസാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചത്. ആരുടെ മേലിലും ഈ ഒരു കുറ്റം ചുമത്തി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ ആർക്കും ഈ വളരെ ഈസി ആയിട്ട് വെളി വരാന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സുപ്രീം കോടതി വിധി കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇത്രയും വലിയ തെളിവും ഇത്രയും വലിയ സാക്ഷിമൊഴികളും എല്ലാം ഉള്ള കേസിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇതിന് എന്താണ് നിയമസഹായം സാധ്യമാവുക എന്ന് ഞങ്ങൾ ട്രൈ ചെയ്യും. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. അച്യുതൻ, എങ്ങനെയാണ് സുപ്രീം കോടതി ഈ വിധിയിലേക്ക് എത്തിയത്? ഈ ശിക്ഷാവിധി മരവിപ്പിക്കുന്നതടക്കമുള്ള ഈ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിച്ചത് ഏത് സാഹചര്യത്തിലാണ്, ഇത് പശ്ചാത്തലത്തിലാണ്? വിജയകുമാർ, ഈ ഹൈക്കോടതിയിൽ നിലവിൽ കിരൺകുമാർ നൽകിയ അപ്പീലിൽ അതിലൊരു തീർപ്പാകാത്ത അത് നീണ്ടുപോകുന്ന സാഹചര്യത്തിലായിരുന്നു കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന ആവശ്യങ്ങൾ ഈ നിലവിലെ ശിക്ഷാവിധി മരവിപ്പിക്കണം, ഒപ്പം കേസിൽ തനിക്ക് ജാമ്യം നൽകണം, ഈ ആത്മഹത്യയുമായി തനിക്ക് ബന്ധമില്ല എന്ന തരത്തിൽ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. ഇന്ന് ഈ ഹർജിയിലാണ് സുപ്രീം കോടതി നിലവിൽ ആ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു കിരൺകുമാറിന്റെ വാദം. പക്ഷേ ഇതിൽ ഉപാധികളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് അഭിമുഖമോ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയോ നടത്താൻ പാടില്ല എന്ന കർശന ഉപാധികളോടെയാണ് കിരൺകുമാറിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ശിക്ഷാവിധി മരവിപ്പിച്ച സാഹചര്യത്തിൽ നിലവിൽ കിരൺകുമാറിന് അതിലൂടെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി വരുന്നതുവരെ, ഹൈക്കോടതി ആ അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ആയിരിക്കും ഈ ജാമ്യത്തിന്റെ നിലവിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ജാമ്യത്തിന്റെ കാലയളവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കർശന ഉപാധികളോടെയാണ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ തന്നെ സംസ്ഥാന സർക്കാർ എതിർത്തു. കൃത്യമായ തെളിവുകൾ ഈ കേസിൽ ഉണ്ടെന്നും കൂടുതൽ മറുപടി നൽകാൻ സമയം തേടുകയുണ്ടായി. എന്നാലും അതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ സുപ്രീം കോടതി കിരൺകുമാറിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം നൽകിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഏതായാലും നിയമ പോരാട്ടം തുടരുമെന്നാണ് വിസ്മയുടെ കുടുംബം, സഹോദരനടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ ഏതൊക്കെ നിയമ വഴികളിലൂടെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിലൊക്കെ അവർ നിയമോപദേശം തേടുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോയുമായി മുഖ്യപ്രതി നൌഷാദ് ഇന്ന് രംഗത്തെത്തി. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഈ മുഖ്യപ്രതി പറയുന്നത്. പക്ഷേ ഇയാളുടെ വാദം പോലീസ് അപ്പാടെ തള്ളി. ഇതൊരു കൊലപാതകമാണ് എന്ന നിലപാടിൽ നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം. നാട്ടിലെത്തുമ്പോൾ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെയാണ് ബത്തേരി ബീനാച്ചി സ്വദേശിയായ നൌഷാദ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. രാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നൌഷാദിന്റെ വാദം. തനിക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഹേമചന്ദ്രൻ പണം നൽകാനുണ്ട്. ഇതിന് കഴിയാതെ വന്നതോടെയാണ് ആത്മഹത്യയെന്നും സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് എന്നുമാണ് നൌഷാദ് പറയുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്. സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. 2 മാസത്തെ വിസിറ്റിംഗ് വിസ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ നാട്ടിലെത്തി പോലീസിനെ കീഴടങ്ങുമെന്നും നൌഷാദ് പറയുന്നുണ്ട്. അതേസമയം നൌഷാദിന്റെ വാദങ്ങളെ തള്ളുകയാണ് അന്വേഷണ സംഘം. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു.
തെറ്റുപറ്റിപ്പോയെന്ന് നൌഷാദ് പോലീസിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. നൌഷാദിന്റെ വാദങ്ങളെ തള്ളുന്ന പോലീസ് കേസിൽ 2 സ്ത്രീകളെ കൂടി പ്രതി ചേർക്കാനാണ് സാധ്യത. ഒരാൾ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഹേമചന്ദ്രന്റെ ഫോണിൽ വിളിച്ചു വരുത്തിയ കണ്ണൂർ സ്വദേശിയായ സ്ത്രീ. ഹേമചന്ദ്രന്റെ വീട്ടുകാർ ആരോപണമുന്നയിച്ച ഗുണ്ടൽപേട്ട് സ്വദേശിയായ സൗമ്യയെയും കേസിൽ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. ഇന്നലത്തെ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് അദ്ദേഹത്തെ പരിശോധിച്ച് ഡോക്ടേഴ്സ് രാവിലെ അറിയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്? ഒറ്റവരി മാറ്റമില്ലാതെ തുടരുന്നു എന്ന് മാത്രമാണ് മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്. ഇന്നും വിദഗ്ധ സംഘം, സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു. വിജയകുമാർ, ആശുപത്രിയിൽ കഴിയുന്ന VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇന്ന് ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ വിലയിരുത്തുകയും പുതിയ ചികിത്സാ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തത്. മെഡിക്കൽ കോളേജിലെ സംഘം അന്ന് ഒരു ദിവസം വന്നതല്ലാതെ പിന്നീട് അവർക്ക് നേരിട്ട് ഇടപെടലില്ല. നിലവിലുള്ള ചികിത്സാ രീതി തുടരാനായിരുന്നു മെഡിക്കൽ കോളേജിൽ നിയോഗിച്ച വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ തുടരുന്നത്. VSന് ഡയാലിസിസ് നടത്തി വന്നിരുന്നു. രക്തസമ്മർദ്ദം മറ്റും സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടിയാണ് ഡയാലിസിസ് 72 മണിക്കൂർ തുടരാൻ തീരുമാനിച്ചത്. എന്നാൽ ഡയാലിസിസിൽ തടസ്സം നേരിട്ട് തുടർന്ന് ഇപ്പോൾ ഡയാലിസിസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഡയാലിസിസ് പുനരാരംഭിച്ചേക്കും. എന്തായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഡോക്ടേഴ്സ് നൽകുന്ന വിവരം. ഇന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാനായി ഇവിടെ എത്തി. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ CPIM നേതാക്കളായ PK ശ്രീമതിയൊക്കെ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി. ഇപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും ഇവിടെ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ P ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏഷ്യാനെറ്റും ദല്ലാൽ നന്ദകുമാറുമായിട്ട് എന്താ ബന്ധം? അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താറടിച്ച് കാണിക്കുക, CPMൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത്. ഞാനന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള 3 പേരുകൾ, ആ 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചതാണ്, മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ്. നിങ്ങൾക്കത് കാണാം, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായി മാധ്യമം? അതും അതിൽ നിന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന്, ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നു. ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPMുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാരിൻ്റെ തീരുമാനത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. സ്വാഭാവികമായും CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എല്ലാ കാലത്തും പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം എല്ലാ വിഷയത്തിലും എല്ലാ നിലപാടുകളിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായി പാർട്ടിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാറുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം ആണ് അന്ന് തങ്ങളോട് ചോദിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ടുള്ള വെടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം
നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് സെൽഭരണം എന്ന നിലക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത്. ഇപ്പോൾ പറയുന്നത് DGP ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ, അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അന്നത്തെ ASP ആയിരുന്ന റവദാ ചന്ദ്രശേഖരന് പങ്കുണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അല്ല, അത് സംബന്ധിച്ച് ഇതിൻ്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സുനിൽ ഐസക്ക് കൃത്യമായിട്ട് ആ വിഷ്വൽ കണ്ടതിന് ശേഷം പിന്നീട് പറയാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ആ വിഷ്വൽ വിഷ്വൽ പൂർണ്ണമായിട്ടുണ്ട്. ആര്? അല്ല, പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അത് സംബന്ധിച്ചൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ഏഷ്യാനെറ്റ് മാത്രമല്ല, ഏറ്റവും റേറ്റിങ്ങിൽ മുൻപന്തിയിലെന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട്, റിപ്പോർട്ടർ അല്ലേ. അപ്പോൾ വൈസ് ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങണം തീരുമാനിച്ചു. അതിലെ ചാനൽ കാരി റിപ്പോർട്ടർ അല്ലേ, ആ റിപ്പോർട്ടർ പറഞ്ഞല്ലോ എന്നാ ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന്. ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടർ ചാനലുകാരൻ വിധി കൽപ്പിക്കുന്നത് കേട്ടു, CPM-ൽ നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അങ്ങനെയാണ്, CPM-ൽ നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അപ്പോൾ അത് അവരുടെ സ്വപ്നം മാത്രമാണ്. ഞാനിപ്പോൾ CPM-ൻ്റെ പ്രവർത്തകനാണ്. CPM-ൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ പല നിലക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിനകത്ത് ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായി പറയാതെ ആരോപണം മുൻകൂട്ടി നിർത്തുകയും ചെയ്തിട്ടുണ്ട് CPM. ചോദ്യം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, റവദാ ചന്ദ്രശേഖർ അതിന്റെ ഭാഗമാണ് എന്ന് ഇപ്പോൾ CPM വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാണ്? അല്ല, ഞാൻ പറയുന്നത് ഈ ചോദ്യം പാലക്കാട് നിന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾക്ക് ഈ എന്താണോ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പം പറയാം. അതാണ് ഈ കൂത്തുപറമ്പിനെ ഓർമ്മിപ്പിച്ചിട്ട് ഈ ജയരാജൻ എന്നുള്ള രീതിയിലേക്ക് കാരണം. അപ്പോൾ അദ്ദേഹം അതിൽ പങ്കാളിയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പാലക്കാട്ടെ മാധ്യമപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താണോ മറുപടി നൽകിയത് അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. ഫേസ്ബുക്ക് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഈ ചോദ്യം നിങ്ങൾ ഇപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കേട്ടെ, ആ ചോദ്യത്തിന് ഞാൻ അന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം എന്നതാണ് പറഞ്ഞത്. ഞാൻ എന്നെക്കൊണ്ട് അതെ അത് നിങ്ങളുടെ അജണ്ടയൊന്നും എൻ്റെ അടുക്ക നടക്കൂല കേട്ടാ. അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കിയാലും മതിയല്ലോ. അങ്ങനെ കേട്ടെ, ഒരാൾ നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു. ഒരാളുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. അതായത് ഈ ചോദ്യം അന്ന് മാധ്യമപ്രവർത്തകന്മാർ പാലക്കാട് നിന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമല്ലോ. ഈ സംഭവത്തിന് ശേഷം ഈ റവദാ ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്കൊരു ഡ്രില്ലാണ് എന്ന് പറഞ്ഞതായി നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ഇത് എനിക്കൊരു ഡ്രില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ റവദാ ചന്ദ്രശേഖരാണ്. അതായത് റവദാ ചന്ദ്രശേഖരനെ DGP ആയിട്ട് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കളാണ് എന്നോട് പറയുന്നത്. വന്നിട്ട് അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് CPM-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. കേട്ടെ, ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ. എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി. യെസ്, പുതിയ DGP-യുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ P. ജയരാജൻ ഒരു വിശദീകരണം നൽകുകയാണ്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ല, അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. സർക്കാരാണ് ഈ DGP നിയമനത്തെപ്പറ്റി വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അത് സർക്കാർ എടുത്ത തീരുമാനമായതുകൊണ്ട് പാർട്ടിയല്ല, സർക്കാരാണ് അത് പറയേണ്ടത് എന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ് നടത്തിയത്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. അപ്പോഴും അദ്ദേഹം ഒരു ചോദ്യത്തോട് തുടർച്ചയായി പറയുന്നത് പാലക്കാട്ട് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടിയിലെല്ലാം ഉണ്ട്. അതെൻ്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അത് ആവർത്തിക്കാൻ അദ്ദേഹം എന്തായാലും തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വാർത്താ സമ്മേളനം കണ്ണൂരിൽ തുടരുകയാണ്. ഇപ്പോൾ വരുന്ന വിവരം, മലപ്പുറം പൊന്നാനിയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെയാണ് ഒരു കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ആശങ്കയുണ്ട്. അത്തരമൊരു വിവരം വരുന്നുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. സമീർ, എത്ര സമയമായി ഈ ഒരു തൊഴിലാളി അതിനിടയിൽ പെട്ടിട്ട് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? വിജയകുമാർ, അരമണിക്കൂറോളം സമയമായി ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ പഴയ കെട്ടിടം പൊളിക്കുന്ന പുരോഗമിക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു കോൺക്രീറ്റ് ബീം തകർന്നുകൊണ്ട് ഈ തൊഴിലാളിയുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും മറ്റുള്ളവരെയും വിവരം അറിയിക്കുകയായിരുന്നു. കൊൽക്കത്ത സ്വദേശി റഹ്മത്ത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പൊന്നാനിൽ നിന്നുള്ള ഫയർഫോഴ്സ് മറ്റുള്ളവരും എത്തി ഈ കോൺക്രീറ്റ് പാളികൾ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ ഭിത്തിയും എല്ലാം തകർന്നു വീണ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് JCB മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളിയുടെ കൈ മാത്രമാണ് നിലവിൽ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. വിജയകുമാർ. സമീർ, മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ ഈ ഒരു തൊഴിലാളി മാത്രമേ അവിടെ ഉണ്ടായിരുന്നല്ലോ? കൂടുതൽ ആളുകൾ അതിൽ അകപ്പെട്ടു എന്ന അത്തരത്തിൽ ആശങ്ക ഇല്ലല്ലോ അല്ലേ? വിജയകുമാർ, കൂടുതൽ തൊഴിലാളികൾ ഇവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു തൊഴിലാളിയുടെ ദേഹത്തേക്ക് മാത്രമാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണതും അതിനിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടു എന്നുള്ള ഒരു ആശങ്കയില്ല. പകരം ഈ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയെ ജീവനോടെ തന്നെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പൊന്നാനി ഫയർ യൂണിറ്റ് എത്തി ഈ JCBയും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ നീക്കിയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറെ അരമണിക്കൂറോളമായി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഈ തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ നിർമ്മാണ ജോലി ചെയ്യുന്ന കൊൽക്കത്ത സ്വദേശി റഹ്മത്ത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ തൊഴിലാളിയുടെ കൈഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിക്ക് സമീപം പഴയ ഒരു കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ അരമണിക്കൂറായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. ആ സ്ഥലം എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തി, പക്ഷേ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ പിന്തുണച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാവശ്യപ്പെട്ട അംഗങ്ങൾ VC-ക്ക് കത്തു നൽകുകയും ചെയ്തു. ഭാരതാംബ ചിത്രവിവാദത്തിന് പിന്നാലെ സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന സംഘർഷത്തിൽ രജിസ്ട്രാർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ പിന്തുണച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയത്. VC-ക്ക് രജിസ്ട്രാർക്കെതിരെ റിപ്പോർട്ട് നൽകാനുള്ള അധികാരമില്ല. രജിസ്ട്രാർ നിയമം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഗവർണറെ രജിസ്ട്രാർ അപമാനിച്ചിട്ടില്ലെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് VC-ക്ക് കത്തും നൽകി. ഇതിനെ സംബന്ധിച്ച് സർവകലാശാലയുടെ നിലപാട് കൃത്യമായി പൊതുസമൂഹത്തെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
സെനറ്റ് ഹാളിൽ മാനദണ്ഡം പാലിക്കാത്തതിനാൽ പരിപാടി റദ്ദാക്കിയതായി ഗവർണറെ രജിസ്ട്രാർ അറിയിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാണ് യൂണിവേഴ്സിറ്റി നിയമം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത മാസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ മതിയാകും. 24 തിരുവനന്തപുരം. കാസർഗോഡ് ദേശീയപാത 66-ൽ വലിയ ഒരു കുഴി രൂപപ്പെട്ടു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അത് പീലിക്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഈ വലിയ കുഴി രൂപപ്പെട്ടത്. ഇത് വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിയതോടെ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാർ വന്ന് ആ കുഴി മണ്ണിട്ട് മൂടുകയും ചെയ്തു. നീലേശ്വരം മുതൽ കാലിക്കടവ് വരെയുള്ള 3ാമത്തെ റീച്ചിലാണ് 4 അടിയോളം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടത്. പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് കുഴി. NH66-ൽ സർവീസ് റോഡിനോട് ചേർന്ന് കുഴി രൂപപ്പെട്ടത് വീണ്ടും പ്രതിഷേധത്തിനിടയാക്കി. ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചതോടെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി കുഴി മണ്ണിട്ട് മൂടി. മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ റോഡിന് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു. 24 കാസർഗോഡ്. സംസ്ഥാന കോൺഗ്രസിൽ ഖദറിനെ ചൊല്ലി ഒരു പുതിയ വിവാദം രൂപപ്പെടുകയാണ്. യുവതലമുറ ഖദർ വസ്ത്രം ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർത്തിയത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഉയർന്നതിന് പിന്നാലെ അതിൽ വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് അജയ് തറയിൽ ആദ്യം ഖദർ വിഷയം ഉയർത്തിയത്. പിന്നാലെ ഫേസ്ബുക്കിലൂടെ യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസമെന്ന് ചോദ്യം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഖദർ ധരിച്ച് മാതൃകയാകാൻ ശ്രമിക്കണമെന്ന് അജയ് തറയിൽ 24-നോട് പറഞ്ഞു. ഞങ്ങളിതാ ഖദർ ധരിക്കുന്നു എന്ന് അവരൊക്കെ പറയാൻ തുടങ്ങിയാൽ തന്നെ കേരളത്തിൽ ഒരു ഖദർ വിപ്ലവം ഉണ്ടാകുമെന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെയൊക്കെ വലിയ അടിസ്ഥാനമില്ലേ, വലിയ മൂല്യമില്ലേ, അതെല്ലാം ഇല്ലാതാക്കാൻ കഴിയുമോ? അജയ് തറയിലിന് ഫേസ്ബുക്കിലൂടെ മറുപടിയുമായി KS ശബരിനാഥൻ രംഗത്തെത്തി. ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല. വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ മതിയെന്നും KS ശബരിനാഥൻ വ്യക്തമാക്കി. വസ്ത്രം വ്യക്തിപരമായ ഇഷ്ടമെന്നാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട്. ഖദർ നിർബന്ധമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രധാന നേതാക്കളുടെയും അഭിപ്രായം. 24 തിരുവനന്തപുരം. എന്നാൽ ഈ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. വസ്ത്രധാരണം എന്നത് അടിച്ചേൽപ്പിക്കേണ്ട വിഷയമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നായിരുന്നു ഈ വിവാദങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല, സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്, അതിനൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷനും ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. നമ്മളിനി പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. അവിടെ അടൂരിലെ അനാഥാലയത്തിൽ അന്തേവാസി ഗർഭിണിയായ സംഭവത്തിൽ CWCയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. അന്തേവാസികളായ മറ്റു പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. ഗർഭിണിയായതിന് പിന്നാലെ അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു. സംഭവത്തിൽ അടൂർ പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലപാട്? തുടർ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരുമല്ലോ ഉറപ്പായും, അല്ലേ? അതായത് വിജയകുമാർ, കഴിഞ്ഞ മാസമാണ് അടൂർ പോലീസിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. അതായത് അടൂരിലെ ഒരു സ്വകാര്യ അനാഥാലയത്തിലെ പെൺകുട്ടി ഇത്തരത്തിൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഗർഭിണിയായി. പിന്നീട് ഈ പെൺകുട്ടിയെ ഈ അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചു എന്നൊരു പരാതിയാണ് പോലീസിന് ലഭിച്ചത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഈ പെൺകുട്ടി ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എന്ന നിഗമനത്തിലെത്തി പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ അനാഥാലയ ഉടമയുടെ മകൻ ഇത്തരത്തിൽ ഗർഭിണിയാക്കിയ ശേഷമാണോ വിവാഹം കഴിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് നിലവിൽ അന്വേഷണം നടത്തുകയാണ്. ആരെയും പ്രതി ചേർക്കാതെയാണ് അന്വേഷണം. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ പെൺകുട്ടി 7 മാസം ഗർഭിണിയാകുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ പ്രായപൂർത്തിയാകും 18 വയസ്സാകുന്നതിന് മുമ്പാണ് ഗർഭിണിയായതെന്നാണ് പോലീസ് എന്തായാലും അനുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത ഈ സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ അനാഥാലയത്തിൽ നിന്ന് മറ്റ് കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി CWC ആരംഭിച്ചിരിക്കുന്നത്.
ലഭിക്കുന്നത്. ഇവിടെയുള്ള മുഴുവൻ കുട്ടികളെയും മറ്റ് സർക്കാർ അഭയ കേന്ദ്രങ്ങളിലേക്ക് എന്തായാലും മാറ്റാൻ തന്നെയാണ് ഈ നിലവിലെ ആലോചന. ഒപ്പം തന്നെ ഈ ഗർഭിണിയായ സംഭവവുമായി ബന്ധപ്പെട്ടും ഏത് ഘട്ടത്തിലാണ് ഗർഭിണിയായത്, ഇത് ആരാണ് ഇതിന് ഉത്തരവാദി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സ്ഥാപന ഉടമയുടെ മകൻ ഇത്തരത്തിൽ വിവാഹം കഴിച്ചത് ഗർഭിണിയാക്കിയ ശേഷം വിവാഹം കഴിക്കുകയായിരുന്നു, ഇതിന് പിന്നിൽ എന്തെങ്കിലും വിഷയമുണ്ടോ ഉൾപ്പെടെയുള്ള സമഗ്രമായ ഒരു അന്വേഷണം പോലീസും CWCയും നടത്തുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ എന്തായാലും ഈ അനാഥാലയത്തിലുള്ള മറ്റ് പെൺകുട്ടികളെ ഇവിടെ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടികൾ CWCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമ്മൾ ആ സ്ഥലത്ത് പോയിരുന്നു, അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. എന്തായാലും CWC ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട അടൂർ പോലീസ് ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ പ്രകാരമുള്ള കേസെടുത്തിരിക്കുകയാണ് അടൂർ പോലീസ്. തുടർ നടപടിയിലേക്ക് സമഗ്ര അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂറ്റൻ പാറക്കല്ല് താഴേക്ക് പതിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഈ കല്ല് അടർന്നു വീണത്. ഈ സമയം വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിനും പെരിയകനാലിനും ഇടയിലുള്ള ഗ്യാപ്പ് റോഡ് ഭാഗത്താണ് വലിയ പാറക്കല്ല് റോഡിലേക്ക് പതിച്ചത്. റോഡിന് നടുവിൽ വീണ പാറക്കല്ല് നീക്കം ചെയ്തത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. സമാനമായ രീതിയിൽ താഴേക്ക് പതിക്കാൻ പാറക്കല്ലുകൾ റോഡിന് മുകളിൽ ഇനിയുമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഇത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അവസ്ഥ കൂടെ ഇല്ലാതെയാണ് ഈ റോഡ് ഉള്ളത്. ഒരു ചിന്ന മഴ വന്നാലും മൺചരിവും പാറയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽകാർക്ക്. കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഗതാഗതം നിരോധിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതുവഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തിയിട്ടില്ല. അപകടകരമായ രീതിയിൽ റോഡിന്റെ കട്ടിംഗ് സൈഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാറയും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 ഇടുക്കി. SFI ദേശീയ സമ്മേളനത്തിന് കോഴിക്കോട് സ്കൂളിന് അവധി നൽകിയതിൽ പ്രധാന അധ്യാപകനെ അനുകൂലിച്ച് അന്വേഷണ റിപ്പോർട്ട്. സ്കൂളിൽ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് ക്ലാസ് വിട്ടത് എന്നാണ് DEOയുടെ ചുമതലയുള്ള സിറ്റി AEOയുടെ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു അവധി നൽകിയത്. SFI ദേശീയ സമ്മേളനത്തിന്റെ സമാപന ദിവസം വിദ്യാർത്ഥി റാലി നടക്കുന്നതിനാൽ പഠിപ്പ് മുടക്കുന്നു എന്ന് കാണിച്ചായിരുന്നു SFI പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകന് കത്ത് നൽകിയത്. ഇതിന് പിന്നാലെ 8, 9, 10 ക്ലാസുകൾക്ക് അവധി നൽകി. ഇത് വിവാദമായതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. DEOയുടെ ചുമതലയുള്ള സിറ്റി AEO നൽകിയ റിപ്പോർട്ടാണ് പ്രധാനാധ്യാപകന് അനുകൂലമായിട്ടുള്ളത്. പഠിപ്പ് മുടക്കുന്നു എന്ന് കാണിച്ച് SFI കത്ത് നൽകിയിരുന്നു. പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ക്ലാസ് വിട്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. AEO ഈ റിപ്പോർട്ട് DDEക്ക് കൈമാറി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഈ റിപ്പോർട്ട് കൈമാറും. 24 കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സ്കൂളുകളിലെ സൂംബ നൃത്തത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വിശുദ്ധം സംസ്ഥാന ഭാരവാഹിയും അധ്യാപകനുമായ TK അഷ്റഫിനെതിരെ നടപടിക്ക് സാധ്യത. TK അഷ്റഫിനെതിരെ നടപടി സ്വീകരിക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ഉപവിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർദ്ദേശിച്ചു. പാലക്കാട്ടെ ഇടത്തനാട്ടുകര PKM UP സ്കൂൾ മാനേജ്മെന്റിനോടാണ് നിർദ്ദേശം. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉത്തരവിലുള്ളത്. വിവാദ പരാമർശവുമായി വടകര നഗരസഭ മുൻ അധ്യക്ഷൻ E ശ്രീധരൻ. നഗരസഭാ ഓഫീസിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഉണ്ടെന്നും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന്റെ കാല് തല്ലിയൊടിച്ച പാരമ്പര്യം ഉണ്ട് എന്നും E ശ്രീധരൻ പറയുകയാണ്. അദ്ദേഹം വടകര നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഉദ്ഘാടന ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുമ്പോഴായിരുന്നു ഈ വിവാദ പരാമർശം നടത്തിയത്. ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയി കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് ഈസ വീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല, വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള നഗരസഭയാണ് വടകര നഗരസഭ. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശ് പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, വിജിലൻസ് കേസുണ്ട്, പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാളും പ്രധാനം, വടകര നഗരസഭയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന നിർബന്ധമായിരുന്നു. അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ സന്മനസ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്കാണ് പോകുന്നത്. ഗസയിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ ഒരു നിർണായക ചർച്ചയും നടക്കുന്നുണ്ട്.
ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിച്ചതിനു പിന്നാലെ ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിനും അവസാനമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചെന്നും ഈജിപ്തും ഖത്തറും അന്തിമ നിർദ്ദേശം സമർപ്പിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹമാസ് കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകും. നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രയേലി സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമർ ഉന്നത അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. ഗസയിൽ ഒരാഴ്ചയ്ക്കകം വെടിനിർത്തലിന് ധാരണയാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതിക്കേസിലെ ക്രിമിനൽ വിചാരണ ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും കോടതി മുറിക്കുള്ളിലേക്ക് നെതന്യാഹുവിനെ തളച്ചിടരുത് എന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലോ ഹമാസോ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ ഖദർ വസ്ത്രം ധരിക്കണമെന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ ആവശ്യത്തോട് യൂത്ത് കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം അബിൻ വർക്കിയുടേതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഗാന്ധിജിയെ പോലെ അല്പവസ്ത്രധാരിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ സാഹചര്യമോ അതിന്റെ അംഗീകാരമോ ഈ കാലത്തില്ല. കാലാനുസൃതമായ മാറ്റം രാഷ്ട്രീയത്തിലും സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിലും വസ്ത്രധാരണ രീതിയിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് 2025 വർഷം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഖദർ ധരിക്കുന്നയാളാണ്, ഖദർ മാത്രം ധരിക്കുന്നയാളല്ല എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം വളരെ വിശദമായൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നുണ്ട് ഈ വാർത്താ പകലിൽ. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. 8 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ബ്രസീലിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 10 വർഷത്തിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിച്ചത്. 2 ഭൂഖണ്ഡങ്ങളിലായി ഘാന, ട്രിനിഡാഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഘാനയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ജൂലൈ 3-4 ദിവസങ്ങളിൽ ട്രിനിഡാഡ് ടൊബാഗോയിൽ എത്തുന്ന മോദി പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ കാർല കലാഗു, പ്രധാനമന്ത്രി കമല പെർസാദ് ബിസൈസർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ജൂലൈ 4-5 തീയതികളിൽ അർജന്റീന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ജാവലിയർ മിലേയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 57 വർഷത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അർജന്റീന സന്ദർശിക്കുന്നത്. ജൂലൈ 5 മുതൽ 8 വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. നിരവധി രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തും. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിലോ ലുല ഡസിൽവയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. തമിഴ്നാട് തേനിക്കടുത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 വാഹനങ്ങൾക്കും തീ പിടിച്ചു. ബൈക്ക് യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. തീ പടരുന്നത് കണ്ടതോടെ ബസ്സിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങുകയായിരുന്നു. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകും. ഇടുക്കിയിൽ നിന്ന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ, ഇതിൽ എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ ബൈക്ക് യാത്രക്കാരന്റെ പരിക്ക് സാരമുള്ളതാണോ? വിജയകുമാർ, വീരപാണ്ടി ബൈപ്പാസിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എതിരെ വന്ന ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബൈക്ക് യാത്രികാരൻ ബൈക്ക് വെട്ടിച്ചതാണ്. ആ സമയം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ബസിന്റെ മുൻവശത്തെ ടയറിനടിയിലേക്ക് ബൈക്ക് കയറുകയായിരുന്നു. ഈ ബൈക്കിൽ നിന്ന് ഈ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണിരുന്നു. സാരമായ പരിക്കുണ്ട്. പക്ഷേ വൻ അപകടം ഒഴിവായി, ഒരു ദുരന്തം ഒഴിവായി എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ബൈക്ക് ഈ ബസിന്റെ ടയറിൽ കുടുങ്ങി ഒരല്പ ദൂരം മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഈ പെട്രോളിൽ ഉരഞ്ഞതിന് ശേഷം ഈ തീ പടർന്ന് പിടിക്കുന്നത്. ബൈക്ക് പൂർണ്ണമായും കത്തി. അതിനുശേഷം ഈ ബസിന്റെ മുൻഭാഗത്തും തീ പടർന്ന് പിടിക്കുകയായിരുന്നു. തീ പടർന്നതോടുകൂടി ബസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി മാറുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും തീ അണയ്ക്കുകയും ചെയ്തത്. കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. തീ പടരുന്നത് കണ്ടതോടെ ബസ്സിലുണ്ടായിരുന്നവർ ഇറങ്ങി തീ അണയ്ക്കാൻ ശ്രമിച്ചു. നാട്ടുകാരൊക്കെ എത്തി അവിടെ ഇടപെട്ടു. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കാതെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയെ നിശ്ചയിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന ചൈനയുടെ അവകാശവാദം തള്ളുകയാണ് നിലവിലെ ദലൈലാമ. പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള അവകാശം തൻ്റെ ഓഫീസായ ഗാർഡൻ ഫ്രോളാങ് ട്രസ്റ്റിനാണ് എന്ന് ദലൈലാമ വ്യക്തമാക്കുകയും ചെയ്തു. ദലൈലാമ പദവി ഭാവിയിലും തുടരും
എന്നാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചത്. ഭാവിയിലെ പുനർജന്മത്തെ അംഗീകരിക്കാനുള്ള പൂർണ്ണ അധികാരം ട്രസ്റ്റിനായിരിക്കുമെന്നും പ്രസ്താവനയിൽ ദലൈലാമ അറിയിച്ചു. ഈ വരുന്ന ജൂലൈ 6-ന് ദലൈലാമയ്ക്ക് 90 വയസ്സ് തികയുന്ന വേളയിൽ പിൻഗാമിയെ അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അനുയായികൾക്കൊക്കെ ഉണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ് അനുയായികളും അദ്ദേഹത്തിന്റെ ആരാധകരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. ഹിമാചൽ പ്രദേശിൽ 24 മണിക്കൂറിനിടെ 5 പേരാണ് മരിച്ചത്. ജൂലൈ 7 വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ ഹിമാചലിൽ 10 മേഘവിസ്ഫോടനങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മാണ്ടിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് മേഘവിസ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 5 പേർക്ക് ജീവൻ നഷ്ടമായി, 16 പേരെ കാണാതായി. ഇതിൽ 9 പേർ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. രാത്രിയുണ്ടായ മിന്നൽ പ്രളയത്തിൽ വീടടക്കം ഒലിച്ചു പോവുകയായിരുന്നു. ഹിമാചൽ പ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി റോഡുകൾ ഭാഗികമായി തകർന്നു. ചണ്ഡീഗഡ് മനാലി ദേശീയപാത അടച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. 500 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തുണ്ടായെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഉത്തരാഖണ്ഡിലും സമാനമാണ് സ്ഥിതി. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. മിന്നൽ പ്രളയത്തിൽ കാണാതായ 7 പേരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജമ്മു കശ്മീർ, ഒഡീഷ എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഒഡീഷയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 24 ഡൽഹി. പശ്ചിമബംഗാളിലെ കൊൽക്കത്ത ലോ കോളേജിൽ കൂട്ടബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനിക്ക് പ്രതികൾ ഇൻഹേലർ വാങ്ങി നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. വിദ്യാർത്ഥിനിക്ക് ആക്രമണത്തിനിടെ പാനിക് അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്നാണ് ഇൻഹേലർ വാങ്ങി നൽകിയത്. കേസിൽ ലോ കോളേജിലെ വൈസ് പ്രിൻസിപ്പലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പ്രതികളിൽ നിന്ന് അതിക്രമം നേരിടുന്നതിനിടെ വിദ്യാർത്ഥിനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടു. തുടർന്ന് പ്രതികൾ വിദ്യാർത്ഥിനിക്ക് ഇൻഹേലർ വാങ്ങി നൽകി. ശേഷവും അതിക്രമം തുടർന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തി. ആരോഗ്യ പ്രശ്നമുണ്ടായെന്നും ആശുപത്രിയിലെത്തിക്കാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതികൾ തയ്യാറായില്ലെന്നും വിദ്യാർത്ഥിനി നൽകിയ മൊഴിയിലും പറയുന്നുണ്ട്. കേസിൽ ലോ കോളേജിലെ വൈസ് പ്രിൻസിപ്പലിനെ പോലീസ് 2 തവണ ചോദ്യം ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 8 വരെ നീട്ടി. 24 ഡൽഹി. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുകയാണ്. നടപടി ഗൂഢാലോചനയാണ് എന്നും BJP ഉത്തരവുകൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബീഹാറിൽ 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത നിലവിലുള്ള എല്ലാ വോട്ടർമാരും പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ സമർപ്പിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുന്നത്. നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. BJPയുടെ നിർദ്ദേശമനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വോട്ടർമാരുടെ പേരുകൾ വെട്ടാൻ കമ്മീഷന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും തേജസ്വി. 2003 2 വർഷം സമയമെടുത്താണ് വോട്ടർ പട്ടിക പുനഃപരിശോധിച്ചത്. 2 മാസം കൊണ്ട് 8 കോടി പേരുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് പ്രായോഗികമല്ലെന്നും തേജസ്വി പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ വോട്ട് കുറയ്ക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. 24 ഡൽഹി. പാലക്കാട് ജില്ലാ കളക്ടറുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം എന്ന വിവരം നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പ്രിയങ്ക ജി IASന്റെ പേരിൽ തട്ടിപ്പിന് ശ്രമം നടക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താൻ ഇവർ ശ്രമിച്ചിരിക്കുന്നത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഇതാരാണ് ഇതിന് പിന്നിൽ എന്നതിന്റെ സൂചനകളുണ്ടോ? ഇതുവരെ അത്തരത്തിലുള്ള സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. സാധാരണ തട്ടിപ്പുകാർ നടത്താറുള്ള സമാനമായ രീതി തന്നെയാണ് ഈ തട്ടിപ്പുകാരും നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നെന്മാറ സ്വദേശിക്കാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്കിൽ ഒരു മെസ്സഞ്ചറിലൂടെ ഒരു മെസ്സേജ് ലഭിച്ചത്. തന്റെ സുഹൃത്ത്, അതായത് ജില്ലാ കളക്ടറുടെ സുഹൃത്ത് ഒരു ഉദ്യോഗസ്ഥനാണ്, മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. സൈനിക ഇവിടുന്ന് മാറിപ്പോവുകയാണ്, പാലക്കാട് നിന്ന് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറെ സാധനങ്ങൾ വിൽക്കാനുണ്ട്, അത് ചെറിയ വിലയ്ക്ക് നൽകാം. ആദ്യഘട്ടത്തിൽ ഒരു 90,000
10,000 രൂപ നൽകണമെന്നായിരുന്നു ആ കുറിപ്പുണ്ടായിരുന്നത്. എന്തായാലും ഈ കുറിപ്പ് കണ്ട ഉടൻ തന്നെ ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലായതോടുകൂടി നെന്മാറ സ്വദേശി ജില്ലാ കളക്ടറെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തട്ടിപ്പിന് ശ്രമം നടത്തിയവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. കളക്ടറുടെ ഫോട്ടോയും ഒക്കെ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ഈ തട്ടിപ്പുകാരനുമായും ഈ ചാറ്റ് നടത്തിയതിന്റെ രേഖകളും ഇദ്ദേഹം ഈ നെന്മാറ സ്വദേശി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പോലീസിന് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു പരാതിയായി വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടറുടെ പേരിലാണ് ഇപ്പോൾ ഒരു തട്ടിപ്പിന് ശ്രമം നടത്തിയിരിക്കുന്നത്. യെസ്, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റിന് ഇന്ന് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ എഡ്ജ്ബാസ്റ്റണിലാണ് മത്സരം. പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ലീഡ്സിൽ കയ്യിലിരുന്ന കളി കളഞ്ഞുകുളിച്ച് ഇംഗ്ലണ്ടിനോട് തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു ടീം ഇന്ത്യ. ക്രിക്കറ്റിന്റെ 148 വർഷ ചരിത്രത്തിൽ ആദ്യമായാണ് 5 സെഞ്ചുറി അടിച്ചിട്ടും ഒരു ടീം തോറ്റത്. 2 ഇന്നിംഗ്സിലും വാലറ്റക്കാർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതും ഫീൽഡിലെ ചോരുന്ന കൈകളും ജസ്പ്രീത് ബുംറയ്ക്ക് മറ്റു ബൗളർമാർ പിന്തുണ നൽകാത്തതുമൊക്കെ തോൽവിക്ക് കാരണമായി. ടീം അഴിച്ചുപണിതും ഓട്ടക്കൈകൾ മാറ്റിയുമൊക്കെയാണ് ഇന്ത്യക്ക് എന്നും ബാലികേറാമലയായ എഡ്ജ്ബാസ്റ്റണിൽ ശുഭ്മാൻ ഗില്ലും കൂട്ടരും നിർണായക പോരിനിറങ്ങുന്നത്. എഡ്ജ്ബാസ്റ്റണിൽ കളിച്ച 8-ൽ 7 ടെസ്റ്റിലും തോറ്റ ചരിത്രമാണ് ഇന്ത്യയുടേത്. ഏക സമനില നേടാനായത് 1986-ൽ കപിൽ ദേവിന്റെ കാലത്ത്. ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ബുംറ മത്സരത്തിന് സജ്ജനെന്നും എന്നാൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻഡോഷ്കോട്ടയുടെ പ്രതികരണം. ഇപ്പോഴേ ദുർബലമായ ബൌളിംഗ് നിര ബുംറ കൂടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. ബുംറ കളിക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗ്, ആകാശ് ദീപ് എന്നിവരിൽ ഒരാളെ പരിഗണിക്കും. ഷാർദുൽ താക്കൂറിനെ മാറ്റി നിതീഷ് കുമാർ റെഡ്ഡിയെ തിരികെ വിളിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മാറ്റം. 2 ദിവസം മുമ്പ് തന്നെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആതിഥേയരായ ഇംഗ്ലണ്ട്. സ്ക്വാഡിലേക്ക് ജോഫ്ര ആർച്ചറെ ക്ഷണിച്ചെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെ വിജയ ഫോർമുലയിൽ മാറ്റം വരുത്താതെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുക. സ്പോർട്സ് ഡെസ്ക് 24. കീമിലും ചരിത്രം കുറിച്ച് ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ. കേരള എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥിയായ ജോൺ ഷിനോജ് 1ാം റാങ്ക് നേടി. മത്സര പരീക്ഷകളിലെ വിജയഗാഥ തുടരുകയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കീമിൽ 1ാം റാങ്ക് നേടി വിജയത്തിളക്കത്തിലെത്തിയത് മൂവാറ്റുപുഴ സ്വദേശികളായ ഷിനോജ് അനീറ്റ ദമ്പതികളുടെ മൂത്ത മകനായ ജോൺ ഷിനോജാണ്. മാന്നാനം KE സ്കൂളിൽ +2വിനൊപ്പം ബ്രില്യന്റ് പരിശീലനം കൂടി നടത്തിയാണ് ജോൺ ഷിനോജ് 1ാമനായെത്തിയത്. ആദ്യ 10 റാങ്കിൽ 8ഉം ബ്രില്യന്റ് വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത്. ഫാർമസി വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത് ബ്രില്യന്റിന്റെ അനഘ അനിലാണ്. ST വിഭാഗത്തിൽ ശബരിനാഥ് KS 1ാം റാങ്ക് നേടി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 2ാം സ്ഥാനം ഹരികിഷൻ ബൈജുവും, 3ാം സ്ഥാനം അക്ഷയ് ബിജുവും, 4ാം സ്ഥാനം ആദിൽ സായാനും, 6ാം സ്ഥാനം എമിൽ ഐബ് സക്കറിയയും, 7ാം സ്ഥാനം മാഹിർ അലിയും, 8ാം സ്ഥാനം ഡാനി ഫിറോസും, 9ാം സ്ഥാനം ദിയ റൂപ്പിയ ബിയാറും സ്വന്തമാക്കി. ആദ്യ 50 റാങ്കിൽ 42ഉം ആദ്യ 100ൽ 81ഉം ബ്രില്യന്റിന്റെ നേട്ടത്തിൽപ്പെടുന്നു. ആദ്യ 500 റാങ്കിൽ 408, ആദ്യ 1000ൽ 812 എന്ന കണക്കുകളും ബ്രില്യന്റിന്റെ വിജയഗാഥയിൽ കീം കൂട്ടിച്ചേർത്തു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം കൂടി വന്നപ്പോൾ എൻട്രൻസ് കോച്ചിംഗ് മേഖലയിൽ വിജയ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. 24 കോട്ടയം. മാജിക് ലോകത്ത് അച്ഛന്റെ പ്രചോദനത്തിന് സമർപ്പണവുമായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന പേരിൽ നടത്തുന്ന മാജിക് ഷോ അടുത്ത മാസം 9-ന് കോഴിക്കോട് അരങ്ങേറും. മാജിക് ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന ആത്മവിശ്വാസം പകർന്നു നൽകിയ പിതാവിനുള്ള സമർപ്പണമാണ് പരിപാടിയെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പ്രൊവിഡൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിക്ക് പ്രവേശനം സൗജന്യമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ളൊരു പരിപാടിയല്ല. ഒരിക്കൽ മാത്രം ആണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഈ പെർഫോമൻസ് നടക്കുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. പ്രോവിഡൻസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. PC സർക്കാരാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇല്യൂഷൻസ് ടു ഇൻസ്പിറേഷൻ എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. I to I എന്നാണ്. ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണിലേക്കുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും ഞാനും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം അത് ഇണക്കത്തിൻ്റേതായിരുന്നു, പിണക്കത്തിൻ്റേതായിരുന്നു. ഈ പരിപാടി ഒരു സാധാരണ പരിപാടിയല്ല, നേരെ മറിച്ച് എൻ്റെ അച്ഛനോടുള്ള ഒരു കടപ്പാട് സൂചിപ്പിക്കുന്നൊരു മാജിക്കാണ്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.